മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം വ്യക്തികൾ പുനർജന്മമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഏത് കോളേജിലും ഏത് സ്കൂളിലും ഏത് കമ്പനിയിലും ചെന്ന് ക്ലാസ് എടുക്കുമ്പോഴും ആദ്യത്തെ ചോദ്യങ്ങളിൽ മിക്കവാറും ഒരു സെറ്റിൽ വരുന്നതാണ് ഈ പുനർജന്മമുണ്ടോ എന്നുള്ളത്. ഭാരതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളിലും പുനർജന്മത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ 2005, 2006 തോന്നുന്നു, കാതറിൻ എന്നൊരു പെൺകുട്ടിയുടെ പ്രത്യേക ആവശ്യപ്രകാരം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ ബ്രയൻ എൽ വൈസ് എന്ന പ്രൊഫസർ ആ കുട്ടിയെ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം നടത്തിയിട്ട്, ഹിപ്നോട്ടിസം ഇന്നലെ എന്ത് സംഭവിച്ചു, കഴിഞ്ഞ ആഴ്ച എന്ത് സംഭവിച്ചു, കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം എന്നെ പുറകോട്ടെടുത്ത് അമ്മയുടെ ഗർഭത്തില് 4ാമത്തെ മാസം ആകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഹിപ്നോട്ടിസത്തിലൂടെ എടുക്കാമെന്ന് പൊതുവെ ആ ഫീൽഡിലുള്ളവർ പറയാറുണ്ട്. ഈ ബ്രയൻ വൈസ് അമ്മയുടെ ഗർഭത്തിലെ 4ാമത്തെ മാസത്തിൽ നിന്ന് പുറകോട്ട് പിന്നീട് പോയി അത്രയും. അത് കഴിഞ്ഞ് കുറെ പോയപ്പോൾ ആ കുട്ടിയുടെ ഭാഷ മാറുന്നു, വിവരണങ്ങൾ മാറുന്നു, ആ കുട്ടി ജീവിച്ചു എന്ന് പറയുന്ന രാജ്യങ്ങളുടെ ഡിസ്ക്രിപ്ഷൻസ് വരുന്നു. അതെല്ലാം അദ്ദേഹം അനലൈസ് ചെയ്തു. ഈ കുട്ടിയും ഈ കുട്ടിയുടെ മാതാപിതാക്കളും ഒരിക്കലും മറ്റൊരു രാജ്യത്തിലേക്ക് പോയിട്ടില്ല. അമേരിക്കയിൽ തന്നെ കഴിയുന്ന അവര് ഈ കുട്ടി പറയുന്ന പല കാര്യങ്ങളും വിലയിരുത്തിയിട്ട് കഴിഞ്ഞ 81 ജന്മങ്ങൾ സോക്രട്ടീസിന്റെ കൂട്ടത്തിൽ പഠിക്കുന്ന കാലം മുതൽക്കുള്ള 81 ജന്മങ്ങളിലെ വിവരണങ്ങളിൽ പ്രധാനപ്പെട്ട 41 ജന്മങ്ങളിലെ കാര്യങ്ങള് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്, അനവധി ജന്മങ്ങൾ അനവധി യജമാനന്മാർ. ഇതാണ് മലയാളത്തിലെ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകത്തിന്റെ പേര്. മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്നുള്ളത് ഇംഗ്ലീഷ് പുസ്തകം. അതില് അതിഗംഭീരമായിട്ട് ഈ പുനർജന്മത്തെക്കുറിച്ചും ആത്മാവ് ഒരു ശരീരം സ്വീകരിക്കാൻ കാത്തിരിക്കുന്നതിനെ കുറിച്ചും കർമ്മബലം അനുസരിച്ച് ഓരോ ആത്മാവും അതിനനുയോജ്യമായിട്ടുള്ള ശരീരം ലഭിക്കുന്നതുവരെ കാത്തിരിക്കുന്നതിനെ കുറിച്ചും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ഒരു ക്രിസ്ത്യൻ വാക്കുപയോഗിച്ചിട്ടാണ് പറയുന്നതെങ്കിലും പൂർണ്ണമായിട്ടും പുനർജന്മത്തിൽ വിശ്വാസമില്ലാത്ത ക്രൈസ്തവ ജനതയുടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രയൻ എൽ വൈസിന് ഒരു പക്ഷേ ആ വാക്കുമായിട്ടുള്ള പരിചയം കൊണ്ടായിരിക്കാം. പക്ഷെ ജീവാത്മാവ് പരമാത്മാവ് എന്ന 2 വാക്കുകൾ ഭാരതത്തിലെ അനാദികാലം മുതൽക്കുള്ളത് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ബ്രയൻ എൽ വൈസ് നടത്തിയത്. ഇന്ത്യയിലെ യുക്തിവാദികൾ ബ്രയൻ എൽ വൈസിന്റെ പുസ്തകത്തെയും അദ്ദേഹത്തിന്റെ ചെയ്തികളെയും നഖശികാന്തം എതിർത്തിട്ടുണ്ടെങ്കിലും ലോകത്തിലെ ഒരു ശാസ്ത്രജ്ഞനും ഒരു സൈക്കാട്രിസ്റ്റും ഒരു വിഭാഗം ജനതയും ഇത് എതിർത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഏതായാലും പുനർജന്മത്തെക്കുറിച്ച് ഒരു പക്ഷെ ഇത്രയും ശാസ്ത്രീയമായിട്ട് ഭാരതത്തിലെ ഉപനിഷത്തുക്കള് യോഗചര്യയിലൂടെ ഭൂതകാലത്തിലേക്ക് കടന്നു പോകുന്നതിനെക്കുറിച്ചും അനവധി ജന്മങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതിനെക്കുറിച്ചും ശ്രീകൃഷ്ണനും പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. പിന്നെ യോഗ അറിയാവുന്നവര് പൂർവ്വജന്മത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പുനർജന്മം എന്ന സങ്കല്പം എത്ര ഗംഭീരമായിട്ട് ആധുനിക ശാസ്ത്രം റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു എന്ന് നോക്കാം. ഇതിന്റെ കൂട്ടത്തിൽ 1-2 കാര്യങ്ങൾ കൂടി പറയാം. ആയുർവേദം എന്ന് പറഞ്ഞാൽ മന്ത്രവാദവും ബ്ലാക്ക് മാജിക്കും എല്ലാമാണെന്ന് ധരിച്ചിരുന്ന ആ രീതി മാറി ഏറ്റവും പുരാതനമായ 2300-2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകം, അതിലെ കണ്ടന്റ് പഠിപ്പിക്കാൻ ഗവൺമെന്റ് എത്ര ആയുർവേദ കോളേജുകളാണ് ഭാരതത്തില് ഈ യുക്തിവാദികളുടെ കേന്ദ്രമായ, കമ്മ്യൂണിസ്റ്റുകാരുടെ കേന്ദ്രമായ, നിരീശ്വരവാദികളുടെ കേന്ദ്രമായ കേരളത്തിൽ എത്ര ആയുർവേദ കോളേജുകളാണെന്ന് നോക്കാം. 2300 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ആയുർവേദം തിരിച്ചു വരുന്നു. ഇന്റർനാഷണൽ യോഗ ഡേ, അത് ഭാരതത്തിലും കേരളത്തിലും നമ്മുടെ മന്ത്രി ശൈലജ ഉൾപ്പെടെയുള്ളവർ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 2300 വർഷങ്ങൾക്ക് മുമ്പ് പതഞ്ജലി മഹർഷി ഭംഗിയായിട്ട് എഴുതിയ യോഗചര്യ
അത് തിരിച്ചു വരുന്നു. കുറേയധികം സംസ്കൃത ഭാഷ തിരിച്ചു വരുന്നു. നമ്മുടെ വേദഗണിതം നാസയിൽ പോലും റിസർച്ച് സബ്ജക്റ്റായിട്ട് തീർന്നിരിക്കുന്നു. നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ പുനർവിചിന്തനത്തിനും പുനർഗവേഷണത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലെ മനഃശാസ്ത്രം ഉപനിഷത്തുകളിൽ വിവരിച്ചിരിക്കുന്നത് ഗംഭീരമായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം നമ്മുടേതായ ഭഗവത്ഗീത മാനേജ്മെന്റിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. വേദമന്ത്രങ്ങൾ കേൾക്കുന്നതും ആലപിക്കുന്നതും നമ്മുടെ മനസ്സിനെ തന്നെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റിനും കാരണമാകുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പല ഹാർട്ട് സർജറി നടത്തിയവരും ടെൻഷനുള്ളവർക്കും എല്ലാം വേദമന്ത്രങ്ങൾ വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ജോർജ് മാർട്ടിനെ പോലെയുള്ളവരും അതുപോലെ പ്രൊഫസർ ടി ടെമ്പിൾ ടട്ലറെ പോലെയുള്ള വിദേശത്തെ ഡോക്ടർമാരും ഹൈ ലെവലിലുള്ള പ്രൊഫസർമാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ യമനിയമങ്ങളും മാനേജ്മെന്റിന്റെയും ജീവിതത്തിന്റെയും ഭാഗമാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ അനവധി കാര്യങ്ങൾ ഞാൻ ഇതോടൊപ്പം പറയാൻ കാരണം ശരിക്കും ലോകമെമ്പാടും ഭാരതത്തിന്റെ പൈതൃകത്തോടുള്ള ഒരു വീക്ഷണം. 114 സംസ്കാരങ്ങൾ ലോകത്തിലുണ്ടായിരുന്നു എന്ന് ശ്രീ രവിശങ്കർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഇന്ന് നിലനിൽക്കുന്നത് പൂർണ്ണ രൂപത്തിൽ നിലനിൽക്കുന്നത് ഭാരതീയ സംസ്കാരം. 1949 കമ്മ്യൂണിസ്റ്റ് ചൈന നിലവിൽ വന്നപ്പോൾ ഈ പൈതൃകത്തിനെ മുഴുവനും അടിച്ചു തെറിപ്പിച്ചിരുന്നു. പിന്നീട് അതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എങ്കിലും പഴയ ചൈതന്യത്തോടുകൂടി അവിടെ ഉള്ളതായിട്ട് ഞാൻ ചൈനയിൽ പോയപ്പോൾ കണ്ടില്ല. ഏതായാലും ഭാരതത്തിലെ 650 വർഷം വിദേശത്തെ മുസ്ലിങ്ങളും പിന്നീട് ഈ ഫ്രാൻസിസ് സേവിയറെ പോലെയുള്ള തനി കൊലയാളികളുടെ ഭരണത്തിന്റെ കീഴിൽ ഡച്ചുകാരും സ്പെഞ്ചുകാരും പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഇംഗ്ലീഷുകാരും എല്ലാവരും ഭരിച്ചിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹ്യ സിസ്റ്റത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടും ഭാരതത്തിന്റെ പൈതൃകം അതേപോലെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യം. നമ്മുടെ പുനർജന്മ സിദ്ധാന്തം, യോഗ സിദ്ധാന്തം, ധ്യാനത്തെക്കുറിച്ചുള്ളത്, നമ്മുടെ ജീവിത ശൈലിയെക്കുറിച്ചുള്ളത്, നമ്മുടെ സൂര്യ നമസ്കാരം, നമ്മുടെ വേദമന്ത്രങ്ങൾ, നമ്മുടെ ഭഗവത്ഗീത, നമ്മുടെ ആയുർവേദം, ഇതെല്ലാം അടിമുടി തിരിച്ചു വരുന്നൊരു കാലഘട്ടം. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്ന് പറഞ്ഞ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് തന്നെ പഴനി അമ്പലത്തിൽ പോയി 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിട്ട് ഭാര്യയ്ക്ക് വേണ്ടിയാ പോയതെന്ന് പറയുന്നു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈ വേദവും സ്മൃതികളും കത്തിച്ച ആ KR ഗൗരി തന്നെ ചക്കുളത്ത് കാവിച്ചെന്ന നാരീ പൂജയ്ക്ക് ഇങ്ങനെ ഇരുന്നു കൊടുക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ എത്രയെത്ര മാറ്റങ്ങളായിപ്പോൾ വരുന്നതെന്ന് നോക്കാം. ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണ ഗുരുദേവനെയും അതുപോലെ തന്നെ അയ്യങ്കാളിയെയും വൈകുണ്ഠസ്വാമിയെയും വിവേകാനന്ദനെയും ശങ്കരാചാര്യരെയും എല്ലാം എടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫ്ലക്സ് അടിക്കുന്ന ഒരു കാലഘട്ടം. എത്ര മാറ്റാണെന്ന് നോക്കാം. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിക്കാം. അതുപോലെ ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത ചേതനം എന്ന ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് കത്തി കുത്തുന്ന ബൈബിളിനെ അതിനിശിതമായിട്ട് വിമർശിക്കുന്ന ആ ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത ചേതനം എഴുതിയ കാലത്ത് 3 പുസ്തകമാണ് വിറ്റത്. ബാക്കി 997 പുസ്തകവും ക്രിസ്ത്യാനികൾ വാങ്ങിച്ച് കത്തിച്ചു കളഞ്ഞു എന്നാ പറയാ. ആ 997 പുസ്തകവും ക്രിസ്ത്യാനികൾ വാങ്ങിച്ച് കത്തിച്ചു കളഞ്ഞ 3 പുസ്തകത്തിൽ നിന്നാണ് ഇപ്പൊ ലഭ്യമായിട്ടുള്ള ക്രിസ്തുമത ചേതനം. ശരിക്കും NSS മറ്റുള്ളവരും ഈ ചട്ടമ്പി സ്വാമിയെ സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഈ ക്രിസ്തുമത ചേതനം എന്ന പുസ്തകം എഴുതി എന്നുള്ളതാണ്. ഇപ്പോ ആ ചട്ടമ്പി സ്വാമിയെ തന്നെ അതിഗംഭീരമായിട്ട് സ്വീകരിക്കാം. ജീവകാരുണ്യ ദിനമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ഉപയോഗിക്കാം. അദ്ദേഹത്തിന്റെ ജന്മദിനവും കൃഷ്ണന്റെ ജന്മദിനവും രണ്ടും ധർമ്മസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ജനിച്ചവരാണ്. അവരുടെ ജന്മദിനം മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ആഘോഷിക്കാം. എന്നിട്ട് ഇതൊന്നും അല്ലെന്നും പറയാം. എന്തൊരു രസമായിട്ടുള്ള ഒരു എന്താ പറയുക തമാശ ചവിട്ട് നാടകമാണ് എന്ന് കൂടി നോക്കാം. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അമ്പലങ്ങളിൽ പോവുക. എന്നിട്ട് അമ്പലത്തിനെതിരെയും പൈതൃകത്തിനെതിരെയും സംസാരിക്കുന്നു. ഒരുപക്ഷെ വോട്ടിന് വേണ്ടിയായിരിക്കും. എങ്കിൽ തന്നെ ഗതികെട്ട് അത് ചെയ്യേണ്ടി വരുന്നില്ലേ അവർക്ക്? ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയത ഇല്ലാതിരിക്കാൻ സാധ്യമല്ല ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ചിന്തിച്ചു നോക്കാം. എങ്ങനെയാണ് നമ്മളുടെ
ഈ പുനർജന്മ സിദ്ധാന്തം ലോകം മുഴുവനും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. യുക്തിവാദികളും നിരീശ്വരവാദികളും ശുദ്ധ അസംബന്ധം എന്ന് പറഞ്ഞതിനെ ലോകം രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ അഭിമാനിക്കാനുള്ളത്. ഒരു ഹിന്ദുവായി ജനിക്കണം. 100 ജന്മമുണ്ടെങ്കിൽ 100 ജന്മവും ഹിന്ദുവായി ജനിക്കണം. പരമപവിത്രമായ ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ അവകാശികളാകണം. പഠിക്കണം നമ്മുടെ പൈതൃകം. ഹിന്ദുവാണെന്ന് തല ഉയർത്തി നിന്ന് ഏത് സദസ്സിലും പറയാൻ സാധിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 ജന്മമുണ്ടെങ്കിൽ അതും ഇങ്ങനെ തന്നെയാണ്. അത് വർഗീയതയാണെന്ന് പറയുന്നവരങ്ങ് പറഞ്ഞോട്ടെ. അഭിമാനത്തോടു കൂടി പറയുക. കുറേ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ വർഗീയത കൊല്ലലും ചാവലുമാണെന്ന് മനസ്സിലാകുമ്പോൾ, ന്യൂനപക്ഷ വർഗീയത ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പരത്തുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടാൻ ആദ്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ ഹിന്ദു ആണെന്ന് പറയണം. മാത്രമല്ല, എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ മതം മാത്രം ശരി, എൻ്റെ പുസ്തകം മാത്രം ശരി എന്ന് ഒരിക്കലും പറയാത്ത, എവിടെയെല്ലാം ശരിയുണ്ടോ അത് എൻ്റേതാണെന്ന് പറയുന്ന ഹിന്ദുവാണ് ഞാൻ എന്ന് പറയുന്നൊരു ഹിന്ദു ആവണം. അത് വർഗീയമാണെങ്കിൽ വർഗീയമായി തന്നെ കുറെ കൂടി ഉറക്കെ പറയാം. തല ഉയർത്തി നിന്ന് ഞാനൊരു ഹിന്ദുവാണെന്ന് പറയാൻ എന്ന് ഹിന്ദുവിന് സാധിക്കുന്നോ അന്ന് ഹിന്ദുവിനെതിരെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും വിഴുപ്പലക്കലും തനി വർഗീയതയുടെ കൊല്ലലിൻ്റെയും ചാവലിൻ്റെയും നേതൃത്വം നൽകിയ 2 മതങ്ങളാണ് ഇസ്ലാം മതവും ക്രിസ്തു മതവും. അത് കൊല്ലലും ചാവലും നടത്തിയവരെ പുണ്യവാളനാക്കിയ മതമാണ് ക്രിസ്തു മതം. അങ്ങനെയുള്ള അവർ ചെയ്യുന്നതൊന്നും വർഗീയതയല്ലെന്ന് ഹിന്ദു ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഒരിക്കലും പറയാത്ത ഹിന്ദു, ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാത്ത ഹിന്ദു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ ഹിന്ദു, അവൻ വർഗീയവാദിയാണെങ്കിൽ അഭിമാനത്തോടു കൂടി പറയണം. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഞാൻ ഹിന്ദുവാണെന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവർത്തിച്ച് പറയുന്നുണ്ടാവും. ആവശ്യമുള്ളയിടത്തും പറയും, ആവശ്യമില്ലാത്തയിടത്തും പറയും എന്ന് പറയാൻ ഹൈന്ദവ യുവാക്കൾ തല ഉയർത്തി നിൽക്കുന്നൊരു കാലഘട്ടമാണ് ഇത്. പറഞ്ഞാൽ മറ്റുള്ളവരുടെ പത്തി താഴാതിരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. പ്രണാമം, നമസ്കാരം.